الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം തൃപ്തിയോടുകൂടി പാലിക്കണമെന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഓരോരുത്തർക്കും രക്ഷയും സമാധാനവും വിജയവും കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരുണ്യക്കടലായ പടച്ച തമ്പുരാൻ അത്തരം യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക മാത്രമല്ല, പ്രപഞ്ചത്തിലെ നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഓരോ സൃഷ്ടികൾക്കും, ഓരോന്നിനും അതാതിന്റെ ദൗത്യം, ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. വശംസു തജ്രീ ലി മുസ്തഖറിൻ ലഹാ, സൂര്യൻ അതിന്റെ സങ്കേതത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, അതെല്ലാം അറിയുന്നവനും അജയ്യവനുമായ അള്ളാഹുവിന്റെ കണക്കാണ്. സൂര്യന്റെ ചലനത്തെ സംബന്ധിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊടുത്തതാണ്. വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ, അതേപോലെ തന്നെ ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥം അതും നാം തന്നെ നിർണയിച്ചു നൽകിയിരിക്കുന്നു. ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം,
അങ്ങനെ അതാ വഴിയെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവസാനം ഒരു ഉണങ്ങിയ ഈത്തപ്പന കോല് പോലെ അല്ലെങ്കിൽ ഈത്തപ്പനയുടെ ഓല പോലെയാകുന്നത് വരെ ലശംസു യംബഇ ലഹാ അൻ തുദ്രിഖൽ ഖമറ, ഒന്ന് വേഗത്തിൽ സഞ്ചരിച്ചിട്ട് ചന്ദ്രനെ പിടികൂടുവാൻ ഒരിക്കലും തന്നെ സൂര്യന് സാധ്യമല്ല. വലല്ലൈല സാബിഖുൻ നഹാർ, അല്ലെങ്കിൽ രാത്രിക്ക് പകലിനെ മുൻകടക്കുവാനും സാധിക്കുകയില്ല. വകുല്ലു ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിന് നിർണയിച്ചിട്ടുള്ള അതിന്റെ ഭ്രമണ പദങ്ങളിൽ, അതിന്റെ സഞ്ചാര പദങ്ങളിൽ അങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ കണക്കും ഉത്തരവാദിത്തവും നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ മറികടക്കുവാൻ ഒരു നിലക്കും ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും തന്നെ സാധിക്കുകയില്ല. അത് ആ സൃഷ്ടിയുടെ കൂട്ടത്തിൽപ്പെട്ട മനുഷ്യന്റെയും അവസ്ഥ അത് തന്നെയാണ്. നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് വലിയ നിയന്ത്രണമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ഓരോ ഘട്ടത്തെയും അല്ലെങ്കിൽ ഓരോ അവയവത്തെയും എടുത്ത് പരിശോധിച്ചു നോക്കൂ. എന്റെ കാര്യം എനിക്ക് തീരുമാനിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ, ലോകത്തെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ഞാനാകുമായിരുന്നു. നിങ്ങൾക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ നിങ്ങളാകുമായിരുന്നു. നമുക്ക് നമ്മെ നിർണയിക്കുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നമുക്കൊരു അസുഖവും വരികയില്ല. പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കും. പ്രായം ചെല്ലുന്തോറും നമ്മൾ ബലഹീനരാവുകയില്ല, ദുർബലരാവുകയില്ല, നമ്മുടെ തൊലി ചുളിയുകയില്ല. നിത്യ യൗവനത്തിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എങ്കിൽ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വ കർഹൻ, ഒന്നുകിൽ നിർബന്ധിതമായി അല്ലെങ്കിൽ സ്വമേധയാ ആ രാജാതിരാജനായ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയപ്പെട്ട് അതിന് അനുസരണത്തോടുകൂടി ഈ പ്രപഞ്ചവും മനുഷ്യനുമൊക്കെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ജന്തുജാലങ്ങൾ എടുത്താൽ, സസ്യലതാദികൾ എടുത്താൽ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സൃഷ്ടികളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും അവൻ ഒരുക്കി തരികയും ചെയ്തിരിക്കുന്നു. അതാണ് റബ്ബ് എന്ന് പറയുന്നത്, പരിപാലകൻ, രക്ഷിതാവ്. നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയക്കുക മാത്രമല്ല, ഇവിടെ ജീവിതം പുലരുന്നതിന് ആവശ്യമായ എല്ലാ വിഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിരിക്കുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചു, നമ്മുടെ ജീവിതം പുലരുവാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ വിഭവങ്ങൾ നൽകുന്നു. ഖാലിഖ് അല്ലാഹുവാണ്, റബ്ബ് അല്ലാഹുവാണ്. നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതും അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉടമസ്ഥൻ ഞാനാകുന്നു, മനുഷ്യന്റെ ഉടമസ്ഥൻ, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ ഞാനാകുന്നു, മാലിക്. ഫതആലല്ലാഹു മാലിക്കുൽ ഹഖ്, അജയ്യനായ സർവാധിപതിയായിട്ടുള്ളവൻ, യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹു ആകുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ മുഴുവൻ രാജാവ്, ഉടമസ്ഥൻ. അപ്പൊ ഖാലിഖ് അല്ലാഹുവാണ്, റബ്ബ് അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാഹുവിന്റെ അടിമയാകുന്നു എന്നാണ്. അങ്ങനെ അടിമ, അല്ലാഹു ഉടമസ്ഥനാണ്, നമ്മൾ അടിമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ നിങ്ങൾ എന്തെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുവാനുള്ള അധികാരം അത് നിങ്ങളുടെ ഉടമസ്ഥനായ എനിക്കാകുന്നു. അതിനാണ് നമ്മൾ ഹാക്കിം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, ചെയ്യാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. മറ്റാരുണ്ട് അല്ലാഹു അല്ലാതെ? വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് കൊണ്ടല്ലാതെ വിധിക്കുന്നവൻ അവർ തന്നെയാകുന്നു സത്യനിഷേധികൾ, കാഫിറുകൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതമുണ്ട്, നമ്മുടെ രഹസ്യ ജീവിതമുണ്ട്, നമ്മുടെ പരസ്യ ജീവിതമുണ്ട്, നമ്മുടെ കുടുംബ ജീവിതമുണ്ട്, നമ്മുടെ സാമൂഹ്യ ജീവിതമുണ്ട്, നമ്മുടെ പൊതുജീവിതമുണ്ട്, രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക ജീവിതമുണ്ട്. ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്.
ഈ കാര്യങ്ങളിലൊക്കെയും അള്ളാഹുവിൻ്റെതല്ലാത്ത വിധിയാണ്, തീരുമാനങ്ങളാണ്, അള്ളാഹു ഇറക്കിയത് കൊണ്ടതല്ലാത്തതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഉലൈക ഹുമുൽ കാഫിറൂൻ എന്നാണ്. അവരാണ് സത്യത്തെ നിഷേധിച്ചവർ, അവരാണ് അള്ളാഹുവിനെ നിഷേധിച്ചവർ. അപ്പൊ അള്ളാഹു ഇല്ല എന്ന് പറയണമെന്നില്ല, നാസ്തികനാവണമെന്നില്ല. ബിമാ അൻസലല്ലാ, അള്ളാഹു ഇറക്കിയത് കൊണ്ട് അതല്ല നിങ്ങൾ വഴി നടക്കുന്നത് എങ്കിൽ. വേറൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അള്ളാഹു അല്ലാത്തത് കൊണ്ട്, അള്ളാഹു ഇറക്കിയത് കൊണ്ട് അല്ലാത്തതാണ് ഒരാൾ വിധി നിശ്ചയിക്കുന്നത് എങ്കിൽ അവർ അക്രമികളായിരുന്നു, ക്രമം തെറ്റിച്ചവരാകുന്നു, അവർ അനീതി ചെയ്യുന്നവരാകുന്നു. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവർ അധർമ്മകാരികളാകുന്നു, ഫാസിഖീങ്ങളാകുന്നു. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളെ വിശ്വസിക്കുന്ന ആളുകളാണ് മുഅ്മിനുകൾ, മുസ്ലിങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യന്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സമസ്ത സന്ദർഭങ്ങളിലേക്കും ആവശ്യമായ കാര്യങ്ങൾ പറയേണ്ടത്. അവനെ അത് പറയാൻ അവകാശമുള്ളൂ എന്ന് മാത്രമല്ല, അവര് പറയുന്നത് അനുസരിക്കാൻ നിർബന്ധിതരാണ് നമ്മൾ ഓരോരുത്തരും. അതല്ലാതെ അള്ളാഹു ഇറക്കിയത് കൊണ്ടല്ലാതെ ആരെങ്കിലും ജീവിതത്തെ നിർണയിക്കുന്നുണ്ട് എങ്കിൽ, വിധി കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ, അപ്പൊ നാട്ടിൽ കുഫർ ഉണ്ടായിരിക്കും, സത്യനിഷേധം ഉണ്ടായിരിക്കും, ദുൽമുണ്ടായിരിക്കും, അതിക്രമം ഉണ്ടായിരിക്കും, അനീതി ഉണ്ടായിരിക്കും, അധർമ്മം ഉണ്ടായിരിക്കും. ഇതൊക്കെ സംഭവിക്കും. ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗാ. മൂസാ നബി അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നീ ഫിറഔന്റെ അടുത്തേക്ക് പോകണം. ഇന്നഹു തഗാ, അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു, അവൻ താന്തോന്നിയായിരിക്കുന്നു. ഇത് ഫറോവയുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രവാചകന്മാരുടെ, ലോക മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള കുറെ ആളുകളെ കാണാൻ സാധിക്കും. നമ്രൂദ്, അതേപോലെ തന്നെ ഖാറൂൻ. 950 വർഷത്തോളം നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു. ആ ജനതയിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ വന്നുള്ളൂ. ബാക്കിയുള്ളവരെ നശിപ്പിക്കേണ്ടി വന്നു. എന്തേ അവരെ നശിപ്പിക്കാനുണ്ടായ കാരണം? അവർ നൂഹ് നബി അലൈഹി സ്വലാമയുടെ എന്തൊരു സന്ദേശമാണോ അള്ളാഹു ഇറക്കിയത് അതുകൊണ്ട് അനുസരിച്ചല്ല അവർ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. 8 രാവും 7 പകലും കാറ്റടിച്ചിട്ട് നശിപ്പിച്ച സമൂഹങ്ങളെ ചരിത്രം നമുക്കറിയാം. മാരകമായ മഴ പെയ്തിട്ട് നശിച്ചുപോയ, അല്ലെങ്കിൽ ജീവിക്കുന്ന നാടിനെ കീഴ്മേൽ മറിച്ചതിന് ശേഷം അവരവിടെ അവശേഷിക്കുന്നത് പോലും ഇല്ല എന്ന സ്വഭാവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പ്രവാചക സമൂഹങ്ങളെ നശിപ്പിച്ചത് നമുക്ക് കാണാവുന്നതാണ്. എന്ത് എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിന്റെ നിയാമക ശക്തി നിർണയിക്കേണ്ടത് അള്ളാഹുവാണ് എന്ന പ്രവാചകന്മാരുടെ പ്രബോധനത്തെ അവർ നിരാകരിച്ചു കളഞ്ഞു. അപ്പൊ ഫറോവ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് താന്തോന്നിയായപ്പോൾ, തോന്നിയ പോലെ ഭരണം നടത്തിയപ്പോൾ, തോന്നിയ പോലെ ജീവിച്ചപ്പോൾ, ഇന്നഹു തഗ, അവൻ ധിക്കാരിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിയല്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, വിധി നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ ഏകാധിപതികൾ എന്ന് പറയും, സ്വേച്ഛാധിപതികൾ എന്ന് പറയും. അപ്പൊ ഒരു നാട്ടിലെ എല്ലാവരും കൂടി അവർക്കിഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ തീരുമാനിച്ചാലോ? അതിനെയാണല്ലോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. മനുഷ്യർ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. സൂറ യാസീനിൽ ഒരു സമൂഹത്തിലേക്ക് 2 പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നുണ്ട്. അവരെ ആ സമൂഹം അല്ലാതെ എതിർത്തപ്പോൾ അവരെ ഒന്ന് ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു റസൂലിനെ കൂടി അയക്കുന്നുണ്ട്. അവർ പല സ്വഭാവത്തിൽ പേർത്തും അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളുടെ നസീഹത്ത്, ഗുണകാംക്ഷയുള്ള ആളുകളാണ് ഞങ്ങൾ, നിങ്ങളെ നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ആ സമൂഹം ഒരു നിലക്കും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ പ്രബോധന പ്രവർത്തനം നിങ്ങൾ നിർത്തിവെക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞു ഓടിക്കും, എറിഞ്ഞു കൊല്ലും എന്ന് പറഞ്ഞു. അപ്പൊ ആ സമൂഹത്തിന്റെ ദൂരെ ദിക്കിൽ നിന്ന് വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്അ ഖാല യാ ഖൗമി തബിഉൽ മുർസലീൻ, എന്റെ നാട്ടുകാരെ, ഈ പ്രവാചകന്മാര് പറയുന്നത് സത്യമാകുന്നു, അവരെ പിന്തുടരുതു. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ, നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാത്ത അവർ ഹിദായത്തിലുള്ള ആളുകളാകുന്നു, അതുകൊണ്ട് അവരെ പിന്തുടരൂ. വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ, എന്നെ സൃഷ്ടിച്ചവന് ഞാൻ എന്തിനെ കീഴ്പ്പെട്ട് ജീവിക്കാതിരിക്കണം, അവനിലേക്ക് തന്നെ ഞാൻ മടങ്ങിപ്പോകണമല്ലോ
അത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ യുരിദിനി റഹ്മാനു ബിദുരില്ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈഅ വലാ യുൻഖിദൂൻ. അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനെ ഞാൻ സ്വീകരിക്കുകയോ ആരെങ്കിലും വല്ല ഉപദ്രവവും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശഫാഅത്ത് കൊണ്ട് ഒന്നും തന്നെ അവന് ഒരു ഗുണം ഉണ്ടാവുകയില്ല, എന്നെ രക്ഷപ്പെടുത്താനും അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെയെങ്ങാനും ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്നി ഇദല്ല ഫീ ദലാലിൻ മുബീൻ, ഞാൻ വ്യക്തമായ വഴികേടിലാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ വന്നിട്ട് സ്വന്തം നാട്ടുകാരെ ഉപദേശിച്ചു നോക്കി. പക്ഷെ ആ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് അദ്ദേഹത്തെ ആൾക്കൂട്ട കൊല നടത്തുകയാണ് ചെയ്തത്. എല്ലാവരും കൂടി, ഭൂരിപക്ഷം കൂടി ചേർന്നിട്ട് അവരെ കൊന്നുകളഞ്ഞു. ഇന്നി ആമൻതു ബി റബ്ബിക്കും ഫസ്മഊൻ, ഞാനിതാ എന്റെ റബ്ബിൽ, നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നു ഖീല ദഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ എന്നാണ്. അദ്ദേഹത്തെ അവർ കൈകാര്യം ചെയ്ത് കളഞ്ഞു, ആൾക്കൂട്ട കൊല നടത്തി കളഞ്ഞു. ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമാണ് അവരെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പണി ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്നു, വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. മദ്യം അള്ളാഹു ഹറാമാക്കിയതാണല്ലോ, പക്ഷെ നിയമാനുസൃതം നമ്മുടെ നാട്ടിൽ മദ്യഷാപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നു. വ്യഭിചാരം രണ്ടാളുകളും ഒത്തൊരുമിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ അതൊരു കുറ്റകൃത്യമേ അല്ല, ദീനുൽ ഇസ്ലാമിൽ അതൊരു വൻ പാപമാകുന്നു. അതേപോലെ തന്നെ ചൂതാട്ടം നമ്മുടെ നാട്ടിൽ സാർവത്രികമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമായി ഇത് മാറിയിരിക്കുന്നു. പലിശ, അങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന, ഭരിച്ചുകൊണ്ടിരിക്കുന്ന അധർമ്മകാരികളായ ആളുകൾ, നമ്മൾ പറയുന്ന ഫാഷിസ്റ്റുകളായ ആളുകൾ, നിരവധിയാദികളായ ആയിരക്കണക്കിന് കോടിക്കണക്കായ മനുഷ്യരെ ബോംബിട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന അധികാരി വർഗം, ഇവരൊക്കെ ആ സ്ഥാനത്ത് എത്തുന്നത്, ഇതേപോലുള്ള അധർമ്മങ്ങൾ വളരെ സാർവത്രികമായി നമ്മുടെ നാട്ടിൽ നടപ്പിലാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ 100 ആളുകളുണ്ട് എങ്കിൽ അത് 51 ആളുകൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അവിടുത്തെ നിയമമായി, അത് അനുവദനീയമായി എന്നതുകൊണ്ടാണ്. ഇതിനാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അതൊരു പറച്ചിലാണ്, പക്ഷെ അപ്പോഴും നടക്കുന്നത് ജനങ്ങളുടെ ആധിപത്യമല്ല, ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമായിരിക്കും. നമ്മൾ 49 ആളുകൾ പറഞ്ഞതിന് അപ്പോൾ പിന്നെ വിലയുണ്ടായിരിക്കില്ല, 51 ആളുകൾ പറഞ്ഞതിനെ വിലയുണ്ടായിരിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ട്രംപിനെ കുറിച്ച് ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ ചെയ്യുന്ന അധർമ്മങ്ങൾ, അതിക്രമങ്ങൾ. എങ്ങനെയാണ് ട്രംപ് ഒരു ഭരണാധികാരിയായി മാറുന്നത്? ജനാധിപത്യത്തിലൂടെയാണ്. നമ്മുടെ നാട്ടിലെ ഭരണകൂടത്തെ കുറിച്ച് നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. എങ്ങനെയാണ് അവർ അധികാരത്തിൽ എത്തുന്നത്? തെരഞ്ഞെടുപ്പിലൂടെയാണ്, ജനാധിപത്യത്തിലൂടെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ നിയമത്തിന് അതീതമായി മറ്റെന്തിനെ വെച്ചാലും ഇങ്ങനെയുള്ള ഭരണാധികാരികളും ആളുകളും ഒക്കെ ഉണ്ടായി വരാനുള്ള ഒരു സ്പേസ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. കടലിലും കരയിലും ലോകത്താകെ ഫസാദ് വളർന്നിരിക്കുന്നു, പ്രകടമായിരിക്കുന്നു. എന്തേ കാരണം? ബിമാ കസബത്ത് ഐദിന്നാസ്. ഇത് അള്ളാഹ് പുറത്തുനിന്ന് കൊണ്ടുവന്നത് ഏൽപ്പിച്ചതൊന്നുമല്ല, മറിച്ച് മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഫസാദുകളൊക്കെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി അപകടപ്പെടുന്നതിനെ സംബന്ധിച്ച് നമ്മൾ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചൂട് കൂടുന്നതിനെ കുറിച്ച്, കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച്, അതേപോലെ തന്നെ രാജ്യങ്ങളെ, അതുപോലെ തന്നെ മനുഷ്യരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെ സംബന്ധിച്ച്. യുദ്ധങ്ങളൊന്നും അങ്ങകലെ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ, ഒക്കെയും നമ്മുടെ അടുക്കളയെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ബിസിനസിനെയും ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വിഭാഗം ആളുകൾ കൊഴുത്ത് വീർത്ത് ചീർത്ത് നടക്കുമ്പോൾ ലോകത്തിന്റെ മറ്റൊരു പോഷകാഹാര കുറവ് കൊണ്ട് ആയിരക്കണക്കായ കുഞ്ഞുങ്ങൾ ജീവിതം കാണാതെ മരിച്ചു പോകുന്നു. അതേപോലെ തന്നെ സാമുദായികത, വർഗീയത, വംശീയത, നുണപ്രചാരണം, ഇതൊക്കെയും അധികാരത്തിലെത്തുന്നതിനുള്ള ഉപാധികളായി, കുറുക്കുവഴികളായി സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ എന്ന് കരുതി നമുക്ക് ഓരോരുത്തർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ? അതൊക്കെ അതിന്റെ വഴിക്ക് മറക്കട്ടെ എന്ന് നിസ്സംഗമായി നോക്കി നിന്നുകൊണ്ട്
മുന്നോട്ട് പോകാൻ ഒരു മുസ്ലിമിനോ ഒരു മുസ്ലിം ഉമ്മത്തിനോ സാധിക്കുകയില്ല. ഒരാൾക്കും അങ്ങനെ അതിനുള്ള ഒരു സ്പേസ് ദീനുൽ ഇസ്ലാം നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ കുനൂത്ത് ഓതും, അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലം യർഹംനാ, അല്ലാഹുവേ ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഭരണാധികാരികൾക്ക് നീ ആധിപത്യം നൽകല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ആ പ്രാർത്ഥന കൊണ്ട് അവസാനിക്കുന്നതാണോ നമ്മുടെ ഉത്തരവാദിത്വം? മറിച്ചൊരു വിശ്വാസി, ഒരു മുഅ്മിൻ എന്നുള്ള നിലക്ക് അതിനെതിരെ രംഗത്ത് വരാൻ, അതിന്റെ എതിർദിശയിൽ നിൽക്കാൻ, അതിനെതിരെ സഞ്ചരിക്കുവാൻ കടപ്പെട്ടവരാണ് ഓരോ മുസ്ലിമും മുസ്ലിം ഉമ്മത്തും എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലയോ സത്യവിശ്വാസികളെ, വിശ്വാസികളായ ആളുകളോടാണ് ഖുർആന്റെ ആഹ്വാനം. കൂനൂ ഖവ്വാമീന ലില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചെഴുന്നേറ്റ് നിൽക്കുക. ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളായിക്കൊണ്ട്. അള്ളാഹുവിന്റെ പക്ഷം ചേരുക, ദീനിന്റെ പക്ഷം ചേരുക എന്ന് പറഞ്ഞാൽ അത് നീതിയുടെ പക്ഷത്ത് നിൽക്കുക, നീതിക്ക് വേണ്ടി സാക്ഷിയായി എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ്. നീതിയെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സമർപ്പണവും ജീവാർപ്പണവുമാണ്. അതാണ് നിങ്ങളുടെ ദൗത്യം എന്ന് വിശുദ്ധ ഖുർആൻ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഖദിലു. ഏതെങ്കിലും ഒരു സമൂഹത്തോട് സവിശേഷമായ എന്തെങ്കിലും വൈരുദ്ധ്യം, എന്തെങ്കിലും ഒരു എതിർപ്പ് നിങ്ങൾക്കുണ്ട് എങ്കിൽ അതുപോലും അവരോട് അനീതി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കാരണമായിരിക്കരുത്. എഴുതിയിലൂ, നിങ്ങൾ നീതിപൂർവ്വം നീതിയുടെ പക്ഷത്താണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. വത്തഖുള്ള, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഏത് തഖ്വ? നമ്മൾ നോമ്പിലൂടെ ആർജിച്ചു എന്ന് പറയുന്ന തഖ്വയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല താല്പര്യപ്പെടുന്നത് അതാണ്. ഇവിടെ കൂനൂ ഖവ്വാമീന ഇല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക എന്നാണ് പ്രയോഗിച്ചത് എങ്കിൽ മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിയുടെ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചെഴുന്നേറ്റ് നിൽക്കുക. ശുഹദാഅ ലില്ലാ, നേരെ തിരിച്ച് അള്ളാഹുവിന് സാക്ഷികളായിക്കൊണ്ട്. വലൗ അലാ അൻഫുസികും അബിൽ വാലിദൈനി വൽ അഖ്റബീൻ, അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങൾക്കോ ഏറ്റവും അടുത്ത ആളുകൾക്ക് പോലോ എതിരായിരുന്നാൽ പോലും, സമ്പന്നനോ അല്ലെങ്കിൽ ദരിദ്രനോ എതിരായിരുന്നാൽ പോലും എന്ന് പറഞ്ഞാൽ നീതിയുടെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ ഒരു വിവേചനവുമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുക, ആ പക്ഷം നിൽക്കുക, അത് അള്ളാഹുവിനുള്ള സാക്ഷ്യമാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് മാറി, അനീതിയെ തടയുന്നതിൽ നിന്ന് മാറി, അതിനെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ ഒരു മുസ്ലിമിനും സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതിക്കെതിരെ, അതിക്രമത്തിനെതിരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിനാണല്ലോ നമ്മൾ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ പൊതുരംഗത്ത് അനിവാര്യമായും ഒരു വിശ്വാസി ഇടപെട്ടേ മതിയാവൂ, അതുമായി എൻഗേജ് ചെയ്തേ മതിയാവൂ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമൂഹമാകുന്നു. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമൂഹം. ജനങ്ങൾക്ക് വേണ്ടി എന്നതിനാണല്ലോ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ പൊതുരംഗത്ത് ഇടപെടുന്നതിന് ഒരേ ഒരു ന്യായമേ, നിങ്ങൾ ഇടപെട്ടിരിക്കണം, അതല്ലാത്തൊരു വഴിയും നിങ്ങൾക്ക് മുന്നിലില്ല. അങ്ങനെ ഇടപെടുന്നതിന് ഒരേ ഒരു ന്യായമേ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുള്ളൂ. തുഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ആ കാര്യത്തിൽ നന്മ കൽപ്പിക്കുന്നവരും തിന്മ തടയുന്നവരും ആയിരിക്കണം. അതാണ് വിശ്വാസികളുടെ പൊതുപ്രവർത്തനത്തിന്റെ അജണ്ട എന്ന് പറയുന്നത്. അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, മുഅ്മിൻ എന്നുള്ള നിലയ്ക്ക്, ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഅ്മിൻ എന്നുള്ള നിലയ്ക്ക് എന്റെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ഏതു മേഖലയിൽ ഇടപെട്ടാലും അതിനൊരു ലക്ഷ്യമേ ഉള്ളൂ, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. കാരണം അതിനാണ് നിങ്ങളെ മുസ്ലിം ഉമ്മത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വിട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ മുഖ്യ ലക്ഷ്യമായി കണ്ട്, അതാണ് എന്റെ പൊതുപ്രവർത്തനത്തിന്റെ പദ്ധതി, പ്രവർത്തന പദ്ധതി എന്ന് പറയുന്നത്. അതിലാണ് ലോകത്തിന്റെ നന്മ, അതിനാണ് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് എന്റെ പരലോക വിജയത്തിന്റെ അടിസ്ഥാനം. ആ വഴിയാണ് എല്ലാ അംബിയാ മുർസലീങ്ങളും നിർവഹിച്ച ദൗത്യം.
അതിനെ പിന്തുടരാൻ കടപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഈ ഒരു അടിസ്ഥാന കാര്യം മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് തെരഞ്ഞെടുപ്പ്, എന്താണ് വോട്ട്, എന്താണ് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, എന്താണ് വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ, എന്തിനാണ് സംഘടന, എന്തിനാണ് മുന്നണി, ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്, എന്താണ് നീക്കുപോക്ക്, എന്താണ് സ്ട്രാറ്റജി എന്നൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായി തീരുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നന്മയുടെയും തഖ്വയുടെ കാര്യത്തിലും പരസ്പരം സഹകരിച്ചിരിക്കണം. പാപത്തിന്റെ കാര്യത്തിൽ, തെറ്റായ കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ സഹകരിക്കുകയും ചെയ്യരുത്. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതും തഖ്വയുടെ ഭാഗമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും രാഷ്ട്രീയം എന്ന് പറയുന്നത്, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ മാറി നിന്നാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിൽ ഇരിക്കണമോ വേണ്ടയോ എന്ന്, നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് പാഠപുസ്തകങ്ങൾ പഠിക്കേണ്ടത്, എന്താണ് അതിൽ പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച്, നമ്മൾ പള്ളി ഉണ്ടാക്കണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച്, നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് നമ്മുടേത് വേണമോ വേണ്ടയോ എന്നത്, നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണോ അല്ലയോ എന്നത് തുടങ്ങി ഏതാണ്ട് എല്ലാ സൂക്ഷ്മവും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറത്ത് നമ്മുടെ സമൂഹത്തിന്റെ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ സമുദായത്തിന്റെ, നമ്മളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുർബല വിഭാഗങ്ങളുടെ, അള്ളാഹുവിന്റെ ദീനിന്റെയൊക്കെ ഉത്തമ താല്പര്യങ്ങൾ മുൻനിർത്തി രാഷ്ട്രീയത്തിൽ, തെരഞ്ഞെടുപ്പിൽ ഇടപെടുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്ന് പറയുന്നത്. എല്ലാവരും കണക്കന്നെ എന്ന് നമുക്ക് പറഞ്ഞു പോകാം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം അവിടെ ഒരു തത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. അഖഫു ദററൈൻ എന്ന് പറയുന്നു. അഖഫു ദററൈൻ, രണ്ട് തിന്മകൾ ഉണ്ടെങ്കിൽ താരതമ്യേന കുറഞ്ഞ തിന്മയാണ്, ചെറിയ തിന്മയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ശരിയാണ്. അത് ഇസ്ലാമിലെ ഒരു തത്വവുമാണ്. അപ്പൊ അങ്ങനെ എല്ലാം കണക്കന്നെ, ഞാനതിലേക്കൊന്നും ഇല്ല എന്ന് വെച്ചിട്ട് ഒഴിവാക്കാനും നമുക്ക് സാധിക്കുകയില്ല. ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ ദീൻ എന്ന് പറയുന്നത് ജീവിതത്തോളം വിശാലമാണ് എങ്കിൽ അതാണല്ലോ നമ്മൾ ഇസ്ലാം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ ജനിച്ചത് മുതൽ, അല്ലെങ്കിൽ നമുക്ക് ബോധം ഉദിച്ചത് മുതൽ നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നത് വരെയും ഞാൻ അള്ളാഹുവിന് മാത്രമേ വിധേയപ്പെട്ട് ജീവിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാ അനക്കവും അടക്കവും. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശമാണ്. കടുക് മണിയോളം ചെറിയ ഒരു കാര്യം ചെയ്തു, വളരെ സൂക്ഷ്മമായ ഒരു കാര്യം. അതൊരു പക്ഷേ ആകാശത്തിന്റെ ഏതെങ്കിലും മൂലയിലുള്ള പാറക്കെട്ടുകളിൽ ഒളിപ്പിച്ചു വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഏതെങ്കിലും മൂലയിൽ പാറക്കെട്ടുകളിൽ ആരാരും കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെച്ചതായിരിക്കാം. പക്ഷെ നാളെ പരലോകത്ത് വിചാരണയുടെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായ കാര്യം നിന്റെ മുന്നിൽ കൊണ്ടുവരും. അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും, അതിന് ന്യായം പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഒരു 4 ചട്ടക്കൂടിനുള്ളിൽ നമ്മളൊന്ന് വിരലമർത്തുക എന്ന് പറയുന്നതും അതും അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട കാര്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പൊതുപ്രവർത്തനത്തിന്, നമ്മുടെ ജീവിതത്തിന് ഒരു അജണ്ട നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ആ വഴിയിൽ തന്നെയാണ് എന്റെ വിരൽ അമർന്നിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ദീനീ ബാധ്യതയായിട്ട് മനസ്സിലാക്കണം. ആ സ്വഭാവത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെയും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഒക്കെ കാണേണ്ടത്. അതിൽ അള്ളാഹുവിന്റെ ദീൻ സമൂഹത്തിൽ ഉണ്ടായിരിക്കണം എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള മൂല്യങ്ങൾ, അതിന്റെ പക്ഷത്തായിരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് അതൊരു ഇബാദത്തായി തീരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട ഒരു കർമ്മമായി തീരുന്നത്. അതല്ല എങ്കിൽ അത് മറ്റു പലതും കൊണ്ട് വിധിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ കയ്യൊപ്പായിരിക്കും. അവരെ സംബന്ധിച്ച് ഫഉലായിക ഹുമുൽ കാഫിറൂൻ ഫഉലായിക ഹുമുൽ ളാലിമൂൻ ഫഉലായിക ഹുമുൽ ഫാസിഖൂൻ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ തന്നെ
നമ്മുടെ ഈ കാര്യങ്ങളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഇടപാടുകളെ, ഇടപെടലുകളെ നമുക്ക് ആക്കി തീർക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.